Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ഗൈസ്, ഞാൻ ഷൗമി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ ഒരുത്തിൻ്റെ സ്റ്റോറി ഞാൻ കണ്ട് കരയണുണ്ടായിരുന്നു. ഒരു ഫോണ് അയ്യോ കണ്ടേ പിടിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് നമുക്ക് ഈ ചാനലിൽ കാണിക്കാം. ഐ തിങ്ക് ഒരു പക്ഷേ ഇന്ത്യയിൽ പോലും ഈ ഫോൺ ഇറങ്ങും, പക്ഷേ ഈ മോഡൽ ഇറങ്ങും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ചിലപ്പം ഈ ഷൗമിയുടെ തന്നെ ഹയർ ഒഫീഷ്യൽസിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു 2-3 പീസ് കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് ഈ സാധനം ഇന്ത്യയിൽ പൊടി പോലും കിട്ടൂല. ഒന്ന് ഈ ഒരു കളറിനും ഈ ഒരു ടെക്സ്ചറിനും ഈ ഒരു ഫിനിഷിനും വലിയ ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഈ ചാനൽ വഴി ഈ ഫോൺ കാണിച്ചു തരുന്നതായിരിക്കും. ഷൗമി 15 പ്രോൻ്റെ സ്പെഷ്യൽ എഡിഷനായ എന്ത് ഫിനിഷായിരുന്നു? എന്തോ ഫിനിഷ്. ടെർമിനേറ്റർ സിനിമയില്ലേ, ടെർമിനേറ്റർ 2 നിങ്ങൾ മറ്റേ ഒഴുകി നടക്കുന്ന ഒരു മനുഷ്യനില്ലേ മെറ്റലിൻ്റെ, അതേപോലത്തെ ഒരു ലുക്ക് കിട്ടുന്ന ഒരു കളറാണിത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ടെർമിനേറ്റർ 2 മാൻ എന്ന് വേണമെങ്കിൽ ഇതിലിടാം. എന്താണെങ്കിലും എഞ്ചിനീയർ ബൈ ലൈക്ക. ഇതാണ് പെട്ടി. ഈ പെട്ടിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ബിക്കോസ് ഈ പെട്ടിക്കാണ് ഈ ഒരു സിൽവർ ഫിനിഷ് വരുന്നത്, അല്ലാതെ മറ്റേ ബ്ലാക്ക് പെട്ടിയാണ് നിങ്ങൾക്കൊക്കെ കിട്ടാൻ പോകുന്നത്. സോ കണ്ടല്ലോ, മിന്നിത്തിനും നക്ഷത്രങ്ങൾ നല്ല ഒരു ഫിനിഷാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 15 പ്രോവിൻ്റെ ഒരു പരസ്യം നിങ്ങൾ കണ്ടു കാണും. ഒരു പെൺകുട്ടി ഊഞ്ഞാലാടുന്നത് 15 പ്രോയിൽ ഇങ്ങനെ താങ്ങി നിർത്തിയിട്ടൊക്കെയാണ്. അതാ ചൈനക്കാരന്മാർ ചെയ്ത പണിയാണ് കേട്ടോ. അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തത്. ഇത് അവസാനം അങ്ങനെ അത്ര സ്ട്രോങ് ആണെന്ന് നിങ്ങൾ അവസാനം അടുത്ത ഓണത്തിന് ഈ ഷൗമി വെച്ചിട്ട് ഊഞ്ഞാൽ കെട്ടരുത്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. മാർക്കറ്റിംഗ് ആയിട്ടുള്ള പരിപാടിയിൽ നമ്മൾ പലതും കാണിക്കും. ബിക്കോസ് അത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കാനാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. വളയാനുള്ളത് വളയും, അല്ല നമ്മൾ റബ്ബർ കൊണ്ടല്ല സാധനം ഉണ്ടാക്കുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. യജാതെ റിഫ്ലക്ഷൻ നോക്കി. ആഹാ, എന്താ പെട്ടിക്ക് തന്നെ കൊടുക്കണം കുറേ കാശ്. പതുക്കെ ഇതിൻ്റെ അകത്തൊരു കേസ് വരും. ഡിസൈൻ ബൈ ഷൗമി എന്നാണ് ഇരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ സിമ്മ് കുത്തി കളക്കുന്ന സ്റ്റൂള്. ട്രാൻസ്പാരൻറ്റ് കേസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് കേസ്. ഇങ്ങനത്തെ മഞ്ഞയാവുന്ന കേസാണ്. ആരും പേടിക്കേണ്ട, ഇത് മഞ്ഞയാവും. ഇത്രയും നല്ല ഫിനിഷ് കൊടുക്കുമ്പോൾ നമ്മൾ ട്രാൻസ്പാരൻറ്റ് കേസേ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അർത്ഥമില്ല കറുപ്പ് കൊടുക്കാൻ. ബാക്കി നിങ്ങൾക്കൊക്കെ കിട്ടാൻ പോകുന്നതിൽ ബ്ലാക്ക് കേസായിരിക്കും വരുന്നത് ഗൈസ്. ഇതാണ് സാധനം. നല്ല ഹെവിയാണ് കേട്ടോ. വിചാരിക്കുന്ന പോലത്തെ സിമ്പിൾ പരിപാടിയല്ല. 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, പക്ഷേ Type A to Type C ആണ്. പവർ ഡെലിവറി ഇതല്ല. ബട്ട് 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. കേബിൾ പക്ഷേ വൈറ്റ് കളറാണ്. നിങ്ങൾ വിചാരിക്കും മെറ്റാലിക് കളറൊക്കെ ആയിരിക്കുമെന്ന്, പക്ഷേ അല്ല. Just look at this guys. Oh my god. Just look at this phone guys. Just look how beautiful this is. എൻ്റെ പൊന്നു. അത് പക്ഷേ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ് ഈ ഫോൺ. നിങ്ങൾ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഈ ഫിനിഷിൻ്റെ എവിടെ തൊട്ടാലും ഫിംഗർ പ്രിൻറ്റ് വരും. ബട്ട് അതിന് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്പാരൻറ്റ് കേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഫിനിഷ്. ഞാൻ പറയില്ല, മറ്റേ ടെർമിനേറ്റർ 2 വില്ലൻ ആ ലുക്കാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ബൂം ബാങ്, അങ്ങനെ ഒരു മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ. ബൂം ബാങ്ങോ ആപ്പിൾ, നിങ്ങളിത് കാണുന്നുണ്ടോ? ഈ കളറൊക്കെ ഇറക്കുമ്പോൾ ഇങ്ങനത്തെ ഫിനിഷൊക്കെ ഇറക്കണം ആപ്പിൾ. സ്പെക്ക് പറയാനാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ലൈക്കയുടെ സിമുലസ് ലെൻസ് ഒക്കെയാണ് വരുന്നത്, പുതിയ ജനറേഷൻ. ആൻഡ് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഷൗമിയുടെ ഫോണൊക്കെ ഇപ്പോൾ വേറെ ലെവലാണ്. നമ്മൾ മറ്റേ ലൈക്കുമായിട്ടുള്ള കൊളാബ് വന്നതിന് ശേഷം കിടുക്കാച്ചി ക്വാളിറ്റി ഫോട്ടോകളാണ് നമ്മൾ എടുക്കുന്നത്. ഹൈപ്പർ OS ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ. വാവ്, ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഗംഭീര ഡിസ്പ്ലേ. അതായത് 4 സൈഡും മറ്റേ ഫുള്ളി കർവ്ഡ് ആയിട്ടുള്ള പരിപാടിയാണ്. സൈഡ് മാത്രമല്ല, അങ്ങനത്തെ ഒരു കർവ് ഡിസ്പ്ലേ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഫിനിഷും കൂടെ വരുന്ന സമയത്ത് ഈ ഫോൺ കാണാൻ ഭയങ്കര എലഗൻ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ അനിമേഷൻസിലോട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ പൈസ നല്ലപോലെ പമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റേ ലൈക്ക പരിപാടിയിൽ കിട്ടുന്ന സെയിം കളർ ടോണും ബഹളവും ബൊക്കയും ഒക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കളറൊക്കെ നല്ല കുറച്ചും കൂടെ നല്ല സോഫ്റ്റനാകും കളേഴ്സിനെയൊക്കെ. അത് ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്കത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല. ഈ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മറ്റേ എന്താണ് കാണുന്നത് അതുപോലെ എടുക്കണമെന്നുള്ള ആൾക്കാരാണ്. അവർക്ക് ഇത് പറ്റൂല. പക്ഷേ ഇത് ഒരു രസമാണ്. ഇതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ജസ്റ്റ് ലുക്ക് ഹൗ സ്മൂത്ത് ദി അനിമേഷൻസ് ഫീൽ. ആഹാ, കണ്ടാ ഒഴുകുന്നുണ്ട. അയ്യോ, ഇത് ചൈനീസ് ഹൈപ്പർ OS ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗ്ലോബൽ വെർഷൻ അല്ല. ഫ്രണ്ട് ക്യാമറയിൽ 4K ഒക്കെ വരുന്നുണ്ട് ഗൈസ്, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ ഇതൊക്കെ നമുക്ക് ലിറ്ററലി ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു വേവി സാധനമൊക്കെ ഉണ്ടല്ലോ. എന്ത് രസമാണോ. സ്പെക്ക് വേണ്ടവർക്ക് ഇതൊക്കെയാണ് സ്പെക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ
ഒക്ടാ-കോറിൻ്റെ 4.3 GHz സ്നാപ്ഡ്രാഗൺ 8 Elite ആണ് ഇരിക്കുന്നത്. 4.3 GHz ലെവൽ. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് HyperOSൻ്റെ പുതിയ വെർഷനാണ്. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എബവ്. നിങ്ങൾ ഈ ഫോൺ മേടിച്ചിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്യണെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ തിരിഞ്ഞു മറിഞ്ഞു ഓടിയൊക്കെ നോക്കും. കാശ് കൊടുത്ത് വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ കാണിച്ചു തരുമെന്നൊക്കെ ചോദിക്കും. ലിറ്ററലി ചേട്ടാ ഒരു 5 രൂപ തരാം, എനിക്ക് ആ ഫോണൊന്ന് കാണിച്ചു തരുമെന്ന് പറയും. പൈസ ഉണ്ടാക്കുക നിങ്ങൾക്ക് അങ്ങനെ. ഈ ഫോൺ മേടിക്കാൻ കൊടുക്കുന്ന കാശ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ ഒരു സാധനം ഇന്ത്യയിൽ വരില്ല ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ചൈന കാണിച്ചു തന്നേ ഉള്ളൂ. ചൈന ഒള്ളി. ബട്ട് സാരമില്ല. ശരി എന്നാൽ.